ഞാൻ 3 ടൈപ്പ് കളർ പെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ഞാൻ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോംസിൻ്റെ കളർ പെൻസിലായിരുന്നു. അപ്പം അത് വെച്ച് ഒരുപാട് വലിയ ചിത്രങ്ങളൊന്നും ഞാൻ വരച്ചിട്ടില്ല. ചെറിയ ചെറിയ ചിത്രങ്ങൾ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ രണ്ടാമത് വാങ്ങിയത് ആർട്ട് ലൈൻ്റെ കളർ പെൻസിലാണ്. അപ്പം ആർട്ട് ലൈൻ്റെ ഡബിൾ സൈഡ് 2 സൈഡിലും 2 കളേഴ്സുള്ള സെറ്റാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ആർട്ട് ലൈൻ്റെ ഈ ഒരു കളർ പെൻസിൽ സെറ്റ് വാങ്ങിയ സമയത്താണ് ഞാൻ കളർ പെൻസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ കളർ പെൻസിൽ പോർട്രേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു കളർ പെൻസിൽ തന്നെയാണ് ഈ ആർട്ട് ലൈൻ്റെ. അപ്പം ഇത് വെച്ചുള്ള ചിത്രങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ വാങ്ങുന്ന കളർ പെൻസിലാണ് ബ്രിസ്റ്റോയുടെ കളർ പെൻസിൽ. അപ്പം ഈ ഒരു സെറ്റ് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് സ്കിൻ കളർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്കിൻ കളർ ചെയ്തെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ കളർ പെൻസിൽ വാങ്ങുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് 2 അല്ലെങ്കിൽ 3 കളർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ സ്കിൻ കളർ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് സമയം പോകുന്നൊരു കേസാണ്. അപ്പോൾ അതേസമയം നമുക്ക് ഈ ഒരു സെറ്റ് വാങ്ങുവാണെങ്കിൽ നമുക്ക് സ്കിൻ കളർ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ ഞാൻ നിങ്ങളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മൾ വരച്ച് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിലയുള്ള പെൻസിലൊന്നും വാങ്ങി ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഡോംസിൻ്റെയൊക്കെ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ ആർട്ട് ലൈൻ്റെ വാങ്ങിയാൽ മതി. അതൊന്നും വലിയ റേറ്റ് വരുന്നില്ല.